എന്റെ അമ്മേ. പാവം കുട്ടി ജനിച്ച നാൾ മുതൽ അച്ഛന് തേടിയുള്ള അലച്ചിലായിരുന്നു. അതാ ഈ ക്ഷീണം. കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കരയും ചെയ്തു. ഞാനിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉരുട്ടട്ടെ? ഏറ്റില്ല. നീ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ മതി. പൊളിഞ്ഞടി ഭയങ്കരി. നീ മോളാണെന്നുള്ള കാര്യം സാർ വിശ്വസിച്ചിട്ടില്ല. എടി എന്തടി നീ വിചാരിച്ചത്? നിന്റെ മറ്റേ തൊഴിലിനുള്ള ഏരിയാണിതെന്നോ? ശരിക്കും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നോ? അവളോട് തന്നെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പിന്നെ ഉദ്യോഗം എന്താണെന്നും കൂടെ ചോദിച്ചോണം. എന്റെ ദൈവമേ. അയ്യോ അതെ, ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഉള്ളതാന്ന് ഇവിടെ തന്നെ കാണണം. ഞാൻ വന്നിട്ട് 100ലേക്ക് വിളിക്കാം. 100 എന്ന് പറയുന്ന ഫയർഫോഴ്സിന്റെ നമ്പറില്ലേ? കുട്ടി ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ബെല്ലടി കേട്ടു. ശരിയാ, ആ ബെല്ലടി ഞാനും കേട്ടു. എന്താ പറഞ്ഞേ? ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് എന്റെ മോളെ എനിക്ക് കൊണ്ടു തന്നില്ലേ? തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്റെ മോളെ മുമ്പിൽ കണ്ടപ്പോ എനിക്കറിയില്ല കൃഷ്ണ, എങ്ങനെയാ ഞാൻ അവളെ സ്വീകരിക്കുക. സാർ സിംഗാരിമേള താലപ്പൊലി അറേഞ്ച് ബെസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. സാർ ഞാൻ ശാലിമളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിന്റെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ സാർ സ്വീകരിച്ചോ. കണ്ടോ സാർ? കൃഷ്ണ, ഉടനെ തന്നെ നമുക്കൊരു യാത്ര അറേഞ്ച് ചെയ്യണം. മോളും ഞാനും നമ്മളെല്ലാവരും കൂടി സകല അമ്പലങ്ങളിലേക്കും. എല്ലാ ദൈവങ്ങളോടും എനിക്ക് നന്ദി പറയണം. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ... ആ സത്യമൊക്കെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ത്രാണിയില്ലാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ സാവിത്രി ചാച്ചി 10 വർഷം മുമ്പ് മരിച്ചുപോയ കാര്യല്ലേ? അന്ന് ഈ മോൾക്ക് വെറും 11 വയസ്സ് അല്ലേ ശാലിമളു? അതെന്ന് ഇനി അച്ഛനായി മോളായി അവരുടെ പാടായി അവരുടെ ലോകത്തേക്ക് നീ ഒരു കട്ടെറുമ്പാവരുത്. പോടാ പോടാ. എടാ, നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ടു കൊടുത്ത ആരെയാണെന്ന് എനിക്കറിയൂ. മോളെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണമെന്ന് പറഞ്ഞാൽ മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് ആത്മാർത്ഥത. എടാ, നീ ഇപ്പൊ കൊണ്ടു കൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ, കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളൊരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ. എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരു അബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട. അവൾ എവിടെങ്കിലും പോയി പണ്ടാറടങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ, ഓ എടാ കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കെട്ടി വരും ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്? എടാ എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ളൊരു അസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനാടാ ഇവിടുത്തെ നമ്പർ 1. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? എടാ കണാപ്പ നഖം പറ്റാരാന്ന്. ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും. ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജറായിട്ട് ഒരു വിലസും. അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല, വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ പറ്റും. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥം അയാളായിരുന്നു നിന്റെ അമ്മായിയപ്പനാ? എന്റെ അമ്മായിയപ്പനും അല്ല അപ്പാപ്പനും അല്ല. പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോയി പറയും. നിന്റെ കാലി ഇത് എത്ര കിലോമീറ്ററാണ്? ഒരു കാലി അവിടെ നില്ല്. എന്നെ കൊന്നിട്ട് വേണം നിന്നെ ഇവിടെ തന്നെ നിന്നെ വിടില്ലടാ ഞാൻ. പക്കച്ച് കവച്ചിട്ട് നിന്നെ വിടില്ലടാ. അച്ഛനും മോളും കൂടെ താരാട്ട് പാട്ട് തുടങ്ങി. സത്യം എനിക്ക് നല്ല ഉറക്കം വരുന്ന പാട്ട് കേട്ടപ്പോ അവിടെ കിടടാ. ഇല്ലടാ, എന്നാലും നിന്നെ വിടില്ല. എഴഞ്ഞും പോവാൻ പറ്റില്ല.
വല്ലോ അവക്കരുത്. അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ആലോചിച്ചാലോ? മകള് കൈവിട്ടു പോകുന്നുള്ള പേടിയും വേണ്ട. എന്റെ അറിവിൽ ഒരു വലിയ ജൈവവള ഫാക്ടറിയുടെ മകനുണ്ട്. അല്ല, ഫാക്ടറി ഓണറുടെ മകനുണ്ട്. പാവം ചെക്കൻ, നല്ല തങ്കപ്പെട്ട സ്വഭാവം. കാണാനാണെങ്കിൽ ഒരു 7-7 അഴക് വരും. പിന്നെ വിദ്യാഭ്യാസമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല താനും. നല്ല പയ്യനാ, എനിക്കറിയാം. വേണമെങ്കിൽ ആലോചിക്കാം. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് സേതുരാമന് ഞാൻ വാക്കുകൊടുത്തുപോയി. ജയരാമൻ വലിയ കോടീശ്വരൻ. എന്റെ മോക്കാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. അതുകൊണ്ട് ജയരാമൻ വരുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും മോളുടെ പേരിലാക്കാൻ പോവാ. ഒന്നുമില്ലാത്ത എന്റെ മോളെ അയാൾ താലി കെട്ടേണ്ടി വരരുത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്യണം. അധികം സമയമില്ല. ഗുളിയൻ മാറട്ടെ. അളിയൻ മാറട്ടെ എന്നാ. ഗുളികനോ? അതാരാ? ആ, ശാലുവിനിപ്പ ശനിയാ. ശരിയല്ല, സമയം ശരിയല്ല. സമയം ശരിയില്ലെങ്കിൽ 10-20 വർഷമായിട്ട് തേടി നടന്ന എന്റെ അച്ഛൻ എനിക്ക് കിട്ടുമോ? അത് ശരിയാ. പക്ഷെ അപകാരം ഉണ്ടല്ലോ. എന്തോന്നോ? അതായത് ദാ, ഇത് ശനി, ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ? നോട്ടത്തിന്റെ പെശക് കണ്ടോ? ഇത് ജന്മനമുള്ളതാ. പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ, ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. 1 വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സർ. ചെയ്താ കൈമോശം വരും. ജോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സർ, അല്ലടാ? പിന്നെ ജോൽസ അച്ചപ്പല്ലേ? അല്ല, അച്ചട്ടല്ലേ? അല്ല കൃഷ്ണ, ഈ ശനിയുടെ അപഹാരം കഴിച്ചെഴുതാമല്ലോ. എഴുതണം. എഴുതിയില്ലെങ്കിൽ കുഴപ്പ. ആശ്വാസായി. അല്ല, കൃഷ്ണന് ജ്യോത്സ്യത്തിലൊക്കെ നല്ല വശമല്ലേ? തനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് എഴുത്തൊക്കെ 1 വർഷം കഴിഞ്ഞു മതി. അതുവരെ ഭഗവാൻ എനിക്ക് ആയുസ് തന്നാ മതി. ആ, പിന്നെ കൃഷ്ണ, തിങ്കളാഴ്ച കൃഷ്ണൻ തന്നെ എയർപോർട്ടിൽ പോയി ജയറാമിനെ കൂട്ടിക്കൊണ്ട് വരണം. അച്ഛാ, മറ്റേ കാര്യം, എന്താ മോളെ? ഔട്ട് ഹൗസ്. ഓ, ആ കൃഷ്ണ, നമ്മുടെ ഔട്ട് ഹൗസ് ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുക. അതിനെന്താ, അത് വൃത്തിയാക്കി കളയാൻ. വൃത്തിയാക്കിയിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മാറിക്കോളൂ. ഒപ്പൽ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സംഭവിച്ചതെല്ലാം നല്ലതിന്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നതും ദൈവമേ. ചൂലേ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കൊള്ളാം. പിടിച്ച് വേഗം പിടിക്ക്. എല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. നിന്റെ മുഖവാടി ആദ്യം വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നിന്റെ വൃത്തികെട്ട മറ്റേ മുഖം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? ഏത് നിമിഷവും നീ അത് പ്രതീക്ഷിച്ചോ? പെട്ടെന്ന് വേണം. ഇപ്പോ ബംഗ്ലാവിന് നേരെ ഔട്ട് ഹൗസിലേക്ക് ആയിട്ടുള്ളൂ. ഇനി ഔട്ട് ഹൗസിന് നേരെ തെരുവിലേക്കാ. അതിനു മുമ്പ് നമ്മളത് അറിയിച്ചില്ലെങ്കിലേ ഞാൻ തന്നെ ഗണപതിയോട് അങ്ങ് ചെന്ന് പറയും. മോളെ കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ പറയട്ടെ. പക്ഷേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. വിശ്വസ്തരായ ജോലിക്കാര് മോളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, അസുഖം മാറുന്നു. വന്ന് ഇപ്പൊ എനിക്കൊരു സംശയം. ഞാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെന്ന്. ദേ, സത്യം. ഒരച്ഛൻ മകളെ വിളിക്കുന്നത് കേട്ടില്ലേ? പോട്ടെ, ബൈ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ല.